ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഉണ്ടാലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്റ്റഡി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് CSEB തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് ആൻസർ ചെയ്യുക, അതുപോലെ തന്നെ നല്ല നോട്ട്സൊക്കെ ഒന്ന് പഠിക്കാമെന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേഗം രാവിലെ തന്നെ ഇരുന്നു. ഒരു 8 മണിയായപ്പോൾ തന്നെ ഇരുന്നു കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ പണികളൊക്കെ ഒരുവിധം പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇംഗ്ലീഷും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നമ്മളെപ്പോഴും നല്ലതാണ്. ഞാൻ എപ്പോഴും ഏറ്റവും ലാസ്റ്റാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ള സമയവും കിട്ടലില്ല എക്സാമിന്. എപ്പോഴും നമുക്ക് ഏറ്റവും ലാസ്റ്റൊക്കെ ആട്ടോ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും വായിക്കാനും എഴുതാനും ഒന്നിനും നേരം കിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോരുത്തരിൽ നിന്നൊക്കെ. അപ്പോൾ പിന്നെ എൻ്റെ ഉണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ തന്നെ ആൻസർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കറണ്ട് അഫയേഴ്സും എല്ലാതും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ഏകദേശം ആൻസർ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കും. അതിന് ശേഷം ഞാൻ ആൻസർ നോക്കുകയുള്ളൂ, നമ്മൾ ചെയ്തത് കറക്റ്റാണോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് ഇങ്ങനെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഏത് ഡിഗ്രിയിലായാലും എക്സാംസിനൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ വേഗം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കും. ഏകദേശം ഒരു മോഡലൊക്കെ വരുന്നത് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ എൻ്റെ ഇവിടെ ട്യൂഷൻ വരുന്നുണ്ട് കേട്ടോ കുട്ടികൾ. അപ്പം ഞാനിങ്ങനെ അവർക്കും അതേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മോഡലായിട്ട് കൊടുക്കുമ്പോൾ അവർക്കും ചെയ്തൊരു ഇതിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനായിട്ടൊരു എങ്ങനെ ചെയ്യണ്ടേന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇടലുണ്ട് എൻ്റെ ചാനലിൽ. ഞാനപ്പോൾ അത് കാരണമാണ് ഞാൻ ഓരോ സ്റ്റാൻഡേർഡിൻ്റെയും ക്ലാസ്സുകൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആർക്കെങ്കിലും ഉപകാരമാവണമെന്ന് വെച്ചാൽ ആരെങ്കിലും പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. എനിക്കെപ്പോഴും ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടൻസിയാണ്. അക്കൗണ്ടൻസി മാത്രമേ എനിക്ക് അങ്ങനെ അധികം അങ്ങോട്ട് എഴുതാനായിട്ട് പറ്റലില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോവാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് അവിടെ നമ്മുടെ കിളികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പൂത്താങ്കീരി കേട്ടോ നമ്മളിവിടെ വന്നിട്ടുള്ളത്. എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരിങ്ങനെ ചാടി ചാടി നടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നടക്കില്ലല്ലോ ഇവർ, എപ്പോഴും ചാടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇലയിലൊക്കെ ഇടയിൽ എന്തൊക്കെയോ നോക്കി നടക്കാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ വല്ല പ്രാണികളെ അങ്ങനെ നോക്കാൻ തോന്നുന്നുണ്ട്. ഇലകളൊക്കെ ഇങ്ങനെ കൊത്തി പറിച്ചിട്ട് അവിടെ ചാടി ചാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കിടന്ന് ഒച്ചെടുക്കലും കളിക്കലുമാണ് ഈ നേരമാകുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അതൊക്കെ കണ്ടിരുന്നു കേട്ടോ. നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. കാരണം എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ച് നേരം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മറ്റൊരു കാര്യത്തിനൊന്ന് ഇങ്ങനെ ഫോക്കസ് ചെയ്യാണ്ട് എൻഗേജ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഫ്രഷ്നെസ് വരും പഠിക്കാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യലുണ്ട്. ഒരു 5 മിനിറ്റേലും ഇങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കാൻ വന്നിരുന്നു കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ആൻസർ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഇത് ആൻസർ ചെയ്യുന്നതോടൊപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ആൻസർ വരുന്നതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഏതൊക്കെ ഇതിൽ നിന്നാണ് വരിക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി കുറച്ചെങ്കിലും ഒന്ന് പഠിച്ച് നീങ്ങിക്കിട്ടും. പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ. പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ വന്നിരുന്ന് പഠിച്ചതാട്ടോ. കാരണം ഒന്ന് ഷോപ്പിലൊന്ന് പോകാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് പോയി വേഗം വന്നു. നമ്മുടെ ഇവിടെ തന്നെ കടകളൊക്കെ ഉള്ള കാരണം നമുക്ക് സെൻറ്ററിലേക്കൊന്നും പോകണമെന്നില്ല. നമ്മുടെ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ തന്നെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും അവിടെ. അപ്പോൾ മേടിക്കാനായിട്ട് സുഖമാണ്. അപ്പോൾ അത് കാരണം അങ്ങോട്ട് ഒന്ന് പോയി പെട്ടെന്ന് ഇങ്ങനെ വന്നു. പിന്നെ ബാങ്കിങ് പഠിക്കാനുണ്ട്. ബാങ്കിങ്ങും അത്യാവശ്യം കുറച്ച് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചു. ഞാൻ എപ്പോഴും ടെക്സ്റ്റ് ബേസ് ചെയ്ത് പഠിക്കുന്ന കാരണം നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് കിട്ടില്ല. എപ്പോഴും ഒരു 3/4 ഭാഗത്തോളം, ഏത് സബ്ജക്റ്റ് ആയാലും ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഒരു 1/4 ഭാഗത്തോളം നമ്മളെപ്പോഴും നല്ല നല്ല ബുക്സൊക്കെ മേടിച്ച് പഠിക്കണം. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ബുക്ക് മേടിക്കണം എന്ന്. പക്ഷേ ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. ഇനി മേടിക്കണം എന്തായാലും. കാരണം നമ്മൾ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുമ്പോൾ പിന്നെ അതിന് വേണ്ടി കുറച്ച് പൈസ ഒക്കെ ചിലവാക്കി പഠിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏതായാലും പ്രാവശ്യമെങ്കിലും മേടിക്കണം. എന്നിട്ട് വേണം അതിൽ നിന്നാകുമ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും. നമുക്ക് ചിലർ പറയും അത് പഠിച്ചാൽ മതി, അത്യാവശ്യം നമുക്ക് കിട്ടും എന്ന് പറയും. പക്ഷെ ഞാനിതുവരെ മേടിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ JDCക്ക് പഠിക്കുമ്പോൾ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അമെൻമെൻറ്റ്സൊക്കെ മാറിയിട്ടുണ്ടല്ലോ, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വീണ്ടും ബുക്ക് മേടിക്കേണ്ടി വന്നു. കാരണം അതിലുള്ളതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങളെല്ലാം നമ്മുടെ ലോ ഒക്കെ അത്യാവശ്യം കുറേ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഞാൻ ഊണഴിക്കാനൊക്കെ പോയിട്ടോ. അങ്ങനെ പോയി വന്നപ്പോൾ ഞാൻ അമ്മ കുറേ കൊള്ളിക്കിഴങ്ങ് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം
അത്യാവശ്യം നല്ലപോലെ വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കൊള്ളി തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉണക്കി വെക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട്, കാരണം ഇനിയും പറിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മൂത്ത് കഴിഞ്ഞത് മരം പോലെയാവും, അത് കാരണം അവിടെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ച് പറിച്ചെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പഠിക്കാനായിരുന്നു കേട്ടോ. ഇന്നൊരു 6-7 മണിക്കൂറെങ്കിലും ഒന്ന് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതായാലും കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കുറേ സമയം തന്നെ ഇരുന്ന് പഠിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് വീണ്ടും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് പിന്നെ അതെങ്ങനെയും തീർക്കണം, വേറെ ഒന്നും നമ്മുടെ ചിന്തയിലുണ്ടാവില്ല. ഞാനൊക്കെ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയത് ഈ JDCക്കൊക്കെ ആയിട്ടാണ് ഞാൻ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയത്. നമ്മൾ ഫോക്കസ് ചെയ്ത് ഫുള്ള് തീർത്തെടുക്കും നമ്മൾ. അപ്പം ഞാൻ പണ്ട് 10th പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഫോക്കസ് ചെയ്ത് പഠിക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോകുന്നുള്ളൂ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് എങ്ങനെ പഠിക്കണ്ടേ എന്നുള്ള നമുക്കൊരു ധാരണ കിട്ടണം എപ്പോഴും. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരാനായിട്ടുണ്ടാവണം നമുക്കതെങ്ങനെ പഠിക്കണ്ടേ, പഠിച്ച് തീർക്കണ്ടേ, ഓരോ ചാപ്റ്റേഴ്സ് വൈസ് എങ്ങനെയാണ് പഠിക്കണ്ടേ, അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെയാണ് ഇത്ര ചാപ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും പഠിച്ച് തീർക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവില്ല. പക്ഷേ എനിക്കിപ്പോഴാണ് അത് എങ്ങനെയാണ് പഠിച്ച് തീർക്കേണ്ടതെന്ന് മനസ്സിലായത്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സമയമൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അന്ന് പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ JDCക്കൊക്കെ ഞാൻ അങ്ങനെ മാക്സിമം പഠിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ഫോക്കസ് ചെയ്ത് ഞാൻ കറക്റ്റ് ഇരുന്ന് ആ ഫുൾ തിയറിയൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ അത്യാവശ്യം കുറേ സമയം എടുക്കും. ലോ ഒക്കെ നമുക്ക് ടെക്സ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതെങ്ങനെ പഠിച്ചെടുക്കുന്നതായിരുന്നു. അങ്ങനെ കുറേ ലോയിൽ അത്യാവശ്യം കൂടുതൽ എസ്സേകളും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പഠിച്ചെടുക്കണം, വൺ വേർഡ് ആയാലും ലോ പെട്ടെന്ന് അങ്ങനെ മനസ്സിലേക്ക് കയറില്ലേ, നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. അതെന്ന് വെച്ചാൽ കുറേ ഉള്ളത് കാരണം നമുക്ക് കുറച്ച് സമയം എടുക്കും ലോ പഠിക്കാനായിട്ട്. കോപ്പറേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. മാനേജ്മെൻറ്റ് പറയേ വേണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടം മാനേജ്മെൻറ്റ്. അതിൽ അത്യാവശ്യം നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാറുണ്ട് ഞാൻ. പിന്നെ ഓഡിറ്റൊക്കെ എനിക്ക് ഇഷ്ടമാണ്. മാനേജ്മെൻറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് JDCക്ക് പഠിച്ചപ്പോൾ. കാരണം എനിക്ക് എന്തോ എഴുതാനും അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ മനസ്സിലാക്കി പഠിക്കുന്നത് പറഞ്ഞ പോലെ തന്നെയാണ്, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റായിരുന്നു മാനേജ്മെൻറ്റ്. അപ്പോൾ അതിലൊക്കെ ഞാൻ മാക്സിമം മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അമ്മ കൊള്ളിക്കിഴങ്ങല്ല കപ്പക്കിഴങ്ങ് പുഴുങ്ങി തന്നു കേട്ടോ. കാരണം അച്ഛൻ ഞങ്ങൾ കൊള്ളിക്കിഴങ്ങ് പറിച്ചതറിയാണ്ട് കപ്പക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളിക്കിഴങ്ങാണോ എന്ന് വിചാരിച്ചു, പക്ഷേ കപ്പക്കിഴങ്ങായിരുന്നു കേട്ടോ. അങ്ങനെ അത് അമ്മ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ അവിയിൽ വേവിച്ചെടുത്ത് തന്നെ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരവും ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിഴങ്ങായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ചായ കുടിക്കുകയായിരുന്നു. ഇതൊരു 3 പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വയററിയും കേട്ടോ. പിന്നെ കൊള്ളിക്കിഴങ്ങ് ഇന്ന് പുഴുങ്ങാൻ നിന്നില്ല, നാളെ പുഴുങ്ങി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി രാത്രി കുറച്ച് നേരം കൂടെ ഒന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. നൈറ്റായിട്ട് ഞാൻ ഇരിക്കുന്നില്ല, ഒരു 8 മണി ആ സമയം ആകുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 മണി വരെയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ആ സമയമൊക്കെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക, TV ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് നേരമൊക്കെ TV കാണലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ എഴുതും ആ സമയം കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ.